ശ്രീ പി ജെ വിൻസെന്റ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് എന്ന് പറയാം. ഇസ്രായേലിൽ പുതുവർഷമാണ്. ആ പുതുവർഷത്തെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളോട് വലിയ വാഗ്ദാനങ്ങൾ നെതന്യാഹു മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പുതുവർഷം ഒരുപാട് നേട്ടങ്ങളുടേതാകും എന്ന തരത്തിലുള്ള മെസ്സേജാണ് ജനങ്ങൾക്ക് നെതന്യാഹു നൽകുന്നത്. ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് കൂടി പറയുന്നു. UN ചേരാനിരിക്കുന്നു. അവിടെ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പലസ്തീനെ അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യം എത്രമാത്രം സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മണിക്കൂറുകൾ എന്ന് താങ്കൾ കരുതുന്നു? ഗാസ സിറ്റിയും പിന്നിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം എന്നതാണ് പറയുന്നത്. അവസാന സമ്മർദ്ദം എന്ന നിലയിൽ വേണമോ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ വെല്ലുവിളികളെ കാണാൻ, അതോ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത കടന്നുകയറ്റം ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു നൽകുകയാണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോ പാദസാം വിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗബന്ധനോ എന്ന് നളചരിതത്തിൽ കലിയോട് ചോദിക്കുന്നത് രംഗമുണ്ടല്ലോ. വെള്ളം മുഴുവനും ഒഴുകിപ്പോയിട്ട് ചിറകെട്ടിയിട്ട് എന്ത് പ്രയോജനം എന്നതാണ്. വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം രൂപീകരിക്കണം എന്ന കാര്യത്തിൽ ഓസ്ലോ പാക്റ്റിൽ ധാരണയായതാണ്. അതിനുശേഷം ലോകരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഹമാസ്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അടക്കമുള്ള പോരാട്ട സംഘങ്ങളും ഈ വാദം അംഗീകരിക്കാൻ തയ്യാറാണ്. അതേസമയം ഇപ്പോൾ എവിടെ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുമെന്നതാണ് പ്രശ്നം. ഇപ്പോൾ G7 രാജ്യങ്ങളിൽ പ്രമുഖ രാജ്യങ്ങളായ കാനഡയും UK-യും ഫലസ്തീനെ അംഗീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടത്തിൽ വെസ്റ്റേൺ ബ്ലോക്കിലെ ശക്തരായ ഓസ്ട്രേലിയയും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു. പക്ഷേ ഫലസ്തീൻ ടെറിട്ടറി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തിലെ ഏരിയ A, ഏരിയ B, ഏരിയ C മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏരിയ C പൂർണ്ണമായിട്ടും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. അവിടെ 230 ഇസ്രായേലി സെറ്റിൽമെന്റ് ഉണ്ട്. ആ പ്രദേശം വെസ്റ്റ് ബാങ്കിന്റെ ടോട്ടൽ ഏരിയയുടെ 60% വരും. ഏരിയ A എന്ന് പറയുന്നത് ഏകദേശം 21% വരിക. അത് ഫലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. ബാക്കി പ്രദേശം ഇസ്രായേലിന്റെയും ഫലസ്തീനിയൻ നാഷണൽ അതോറിറ്റിയുടെയും സംയുക്ത നിയന്ത്രണത്തിലാണ്. അപ്പോൾ PNA പ്ലസ് ഇസ്രായേലിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള പ്രദേശവും കൂടി എടുത്താൽ അത് ഏകദേശം 79% വരും. അതോടൊപ്പം 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആരംഭിച്ച ഗസ യുദ്ധത്തിന്റെ ഭാഗമായി ഈ വെസ്റ്റ് ബാങ്കിലെ ധാരാളം പ്രദേശങ്ങൾ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇപ്പോൾ എത്ര ശതമാനം വെസ്റ്റ് ബാങ്ക് പലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. രണ്ടാമത്തത് ഗസയാണ്. ഗസ പൂർണ്ണമായിട്ടും അവര് പിടിച്ചെടുക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. ആകെ ഗസ സിറ്റി എന്ന് പറയുന്ന ഗസ സ്ട്രിപ്പിന്റെ തലസ്ഥാനം മാത്രമായിരുന്നു സ്വന്തമായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണമുണ്ടെങ്കിലും അവിടെ നിന്നിരുന്നത്. അവിടെ കരയുദ്ധം നടത്തി ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്ന ആ നഗരം, അതില് കരയുദ്ധം ആരംഭിക്കുമ്പോൾ 5 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവര് മുഴുവൻ അവിടുന്ന് പുറത്തുപോയി. താമസ സൗകര്യം ഉള്ള എല്ലാ കെട്ടിടങ്ങളും തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇനി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഒരു സ്വതന്ത്ര ഫലസ്തീൻ എവിടെ രൂപീകരിക്കും എന്നുള്ളതാണ്. ഈ ടെറിട്ടറി പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ നേതൃത്വത്തിലായി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ലോകത്ത് വേണ്ടത് അടിയന്തരമായ വെടിനിർത്തൽ കൊണ്ടുവരികയും അവിടെ നിരന്തരം വീണു മരിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പലസ്തീനിയൻ രാജ്യത്തെ അംഗീകരിച്ചു എന്നുള്ളത് ചെറുതായി ഞാൻ കാണുന്നില്ല. പക്ഷെ അത് ഒരു തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. പലസ്തീനിലെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടത് അവർ മരണത്തിനും ജീവിതത്തിനെയും ഇടയിൽ നിൽക്കുകയാണ്. അവരുടെ വീടുകൾ തകർക്കപ്പെടുന്നു, നിരന്തരമായി പലായനപ്പെടുന്നു, ദിവസേന 100-ലധികം ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ ആകാശത്തു നിന്ന് തീമഴ പെയ്യുമ്പോൾ നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന പ്രഖ്യാപനം കൊണ്ട് എന്താ കാര്യം? അവർക്ക് വേണ്ടത് വെടിനിർത്തലാണ്, അവർക്ക് വേണ്ടത് താമസിക്കാൻ വീടാണ്, അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജീവനാണ് വേണ്ടത്. ഇതില്ലാതെ തൽക്കാലത്തേക്ക് ഈ രാജ്യങ്ങൾ
അതായത് ഇന്നത്തെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണമായ 1917 ബൽഫോർ ഡിക്ലറേഷൻ പുറപ്പെടുവിച്ച ഈ ബ്രിട്ടൻ ഏകദേശം 110 വർഷത്തിന് ശേഷം പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ്. അതിനകത്തൊരു മധുര പ്രതികാരത്തിന്റെ അംശമുണ്ട് എന്നത് ശരി തന്നെ. പക്ഷെ നോക്കൂ, ഇപ്പോൾ വേണ്ടത് അതാണോ? എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ബ്ലോക്കായി അടിയന്തര വെടിനിർത്തൽ കൊണ്ടുവരാൻ തയ്യാറാവുന്നില്ല? അതാണ് ഫലസ്തീനികൾക്ക് ഇപ്പോൾ വേണ്ടത്. എന്തായാലും ഫലസ്തീൻ ഇപ്പോൾ വേണ്ടത് അടിയന്തര വെടിനിർത്തൽ എന്നതാണ്. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് അദ്ദേഹം പറയുന്നത്, ഒരു പോയിന്റാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തര വെടിനിർത്തലാണ് ആവശ്യം, അവിടെ പുതിയ രാഷ്ട്രം പ്രഖ്യാപിക്കലല്ല. മാത്രവുമല്ല, ആ നീക്കം